ഹലോ ഗൈസ്, ഇത് ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. മോർ ലൈക്ക് ഓഫ് എ തെയ്യം വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് കണ്ണൂർ പോയി തെയ്യം കാണണം എന്നുള്ളത്. ഈ തെയ്യമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആവുന്നതിന് മുന്നേ ആട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആക്സസിബിളും ആയല്ലോ എന്ന് കരുതി ഉത്തര കേരളത്തിലെ അതിവിശിഷ്ടമായ ഈശ്വരാരാധനാ രീതിയായ തെയ്യാട്ടം അല്ലെങ്കിൽ കളിയാട്ടം കാണാനായിട്ട് ഞാൻ കണ്ണൂർ പോവുമായിരുന്നു. പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഹോപ്പ് എന്നുള്ളൊരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് റീഅഷ്വറൻസ് വേണം. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു തെയ്യാട്ടം കഴിഞ്ഞിട്ട് തെയ്യത്തിനോട് സംസാരിക്കുന്ന ആ ഒരു പരിപാടിയിൽ ആ ഒരു റീഅഷ്വറൻസിൻ്റെ ഒരു പ്ലസിബോ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണെന്നുള്ളത്. ഫ്രണ്ടിൻ്റെ വീട് പിന്നെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇടയ്ക്ക് കുറച്ചു നേരം പോയി റെസ്റ്റ് ചെയ്തിട്ട് വരാനും വിശക്കുമ്പോൾ കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് വരാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി നമുക്ക് സുഖകരമായിട്ട് കിട്ടിയായിരുന്നു. തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തോറ്റം പാട്ടുകളിൽ നിന്നാണ്. തോറ്റം പാടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ദൈവത്തിനെ ആവാഹിക്കുന്നു എന്നാണ് നമ്മൾ തെയ്യത്തിൻ്റെ ഇതിൽ പറയാറുള്ളത്. തോറ്റംപാട്ടുകളിലാണ് ശരിക്കും ആ തെയ്യത്തിന്റെ ഐതിഹ്യമുള്ളതെന്നുള്ളത് പിന്നീട് ഡോക്യുമെന്ററീസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് തോറ്റംപാട്ടുകൾ അങ്ങോട്ട് ഫുൾ മനസ്സിലായതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് തെയ്യം കാണാനായിരുന്നു പിന്നീട് പോയിട്ടുണ്ടായത്. തോറ്റം കഴിഞ്ഞാൽ പിന്നെ മുഖത്തെഴുത്തും ബാക്കി പരിപാടികളുമായിട്ട് തെയ്യം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും തെയ്യം കാണുമ്പോൾ വിചാരിക്കാറുണ്ട് റെഡ് ഇത്ര ഒരു പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കളർ തെയ്യത്തിന് എന്തുകൊണ്ടാണ് വന്നേന്നുള്ളത്. പക്ഷെ പിന്നീട് ഡോക്യുമെന്ററീസും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കളറാണ് റെഡ്. പിന്നെ മിക്കപ്പോഴും ചൂട്ട് വെളിച്ചത്തിലാണല്ലോ തെയ്യം നടക്കുന്നത്. അപ്പോൾ ആ റെഡ് ആവുമ്പോഴാണ് അതിന് ആ ഒരു രൗദ്രത നൽകുന്നത് എന്നത്. പിന്നെ പ്രതിരോധത്തിന്റെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും നിറമാണല്ലോ ചുവപ്പ്. മിക്ക തെയ്യങ്ങളുടെ ഐതിഹ്യം നമ്മൾ പരിശോധിച്ചാൽ അതിലെവിടെയെങ്കിലുമൊക്കെ ഒരു ജന്മിത്വവും വഞ്ചനയും ആ ഒരു അടിച്ചമർത്തപ്പെട്ടവന്റെ ദുഃഖവും ഒക്കെ ഉണ്ടാവും. യുദ്ധദേവതയായ കൊടുവീരൻ തെയ്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. ആയുധ അഭ്യാസത്തിൽ അഗ്രഗണ്യനായ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായിരുന്നു കൊടുവീരൻ എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്തു, ശത്രുക്കളൊക്കെ കൂടി ഏഷണി പറഞ്ഞു കൊടുത്ത് മനം കലങ്ങി കാലൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ മരണത്തിന് കീഴടങ്ങി. ഇതാണ് ഐതിഹ്യം. നന്മ ചെയ്യുന്നവരുടെ ചുറ്റും അസൂയാലുക്കൾ ഉണ്ടാവുമെന്നും അവരെ തിരിച്ചറിയണമെന്നുള്ള സന്ദേശമായിരിക്കും ചിലപ്പോൾ ഈ തെയ്യം പറഞ്ഞു തരുന്നത് നമുക്ക്. ഇതൊക്കെ രാത്രി ഉറക്കളച്ചിരിക്കുന്നതുകൊണ്ട് വിശപ്പ് നല്ല രീതിക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ട് തേങ്ങാപ്പൂളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കണ്ടത് ഗുളികൻ തെയ്യമാണ്. പല ടൈപ്പ് ഗുളികൻ തെയ്യമുണ്ട്. മെയിൻലി അതിന്റെ ഐതിഹ്യം വരുന്നത് ശിവന്റെ പെരുവിരലിൽ നിന്നും വന്ന ഗുളികൻ എന്നുള്ള രീതിയിലാണ്. കാലന്റെ ഒരു പ്രവൃത്തി ഏൽപ്പിച്ചു കൊടുത്തു എന്നതാണ് നമ്മൾ പറയുന്നത്. വലിയ മുടിയായിരിക്കും ഇതിനുണ്ടാവുക. പല ടൈപ്പ് ഗുളികൻ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാൻ കുറേ ടൈപ്പ് കണ്ടായിരുന്നു ഗൂഗിളിൽ നോക്കിയ സമയത്ത്. നമ്മുടെ നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും ഗുളികന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. രൂപവും ഭക്തരും എന്ന ഒരു ഏരിയയിൽ നിന്ന് കലാരൂപവും കാണികളും എന്നുള്ള ഒരു ഏരിയയിലേക്ക് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പോൾ തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാണിയായിട്ടാണ് തെയ്യം കാണുന്നതെങ്കിൽ കൂടിയും എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് തെയ്യം കാണണം എന്നുണ്ടായിരുന്നില്ല. അതിനെ ഒരു അനുഷ്ഠാന രൂപവും ആ ഭക്തരുടെയും ഇടയിൽ തന്നെ നിന്ന് എനിക്ക് തെയ്യം കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും കൂടിയിട്ടാണ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള തെയ്യങ്ങൾ, അതായത് ഫേമസ് ആയിട്ടുള്ള തെയ്യങ്ങൾ അല്ലാതെ ഇങ്ങനെ കാവുകളിൽ നടക്കുന്ന അധികം ആൾക്കാരും തെക്കും തിരക്കും ഇല്ലാത്ത തെയ്യങ്ങൾ കാണാനും വന്നത്. രാത്രി മൊത്തം ഉറക്കളച്ചിരുന്നതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് ഉറങ്ങി തീർത്ത് പുറത്തേക്ക് കറങ്ങാനായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു.
ബീച്ചിലൊക്കെ പോയി ഒരു ഈവനിങ് വാക്കൊക്കെ ചെയ്ത് കുറച്ച് നേരം സൊറ പറഞ്ഞൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി പിന്നെ പതുക്കെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും നമ്മൾ റെഡിയായി അമ്പലത്തിൽ പോയി പായസമൊക്കെ കുടിച്ചു. പിന്നെ തെയ്യത്തിന്റെ മുടി എന്ന് പറയുന്നത് ഈ ഹെഡ് ഗിയർ ആണ് കേട്ടോ. അത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു അത്. ആദിമൂലിയാടൻ തെയ്യത്തിന്റെ മുടിയായിരുന്നു അത്. അതിനുശേഷം തോറ്റം നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ടാണ് നെക്സ്റ്റ് തെയ്യം കാണാനായിട്ട് പോയത്. അടുത്ത തെയ്യം എന്ന് പറയുന്നത് 2 തെയ്യമായിരുന്നു. അതായത് കരിവേടൻ തെയ്യവും അതിരാടൻ തെയ്യവും. അപ്പോൾ കോലത്തിന്മേൽ കോലം എന്നാണ് പറയുന്നത്. ഒരേ കലാകാരന്മാരാണ് ഈ 2 തെയ്യവും അവതരിപ്പിക്കുന്നത്. മുടി മാത്രമായിരിക്കും ഇതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്ര നേരം ഉറക്കളച്ചിരുന്ന് പഠിച്ചിട്ട് പോലും ഉണ്ടെന്ന്. സമയം 2:45 വെളുപ്പിന്. ആൻഡ് തെയ്യം വെറും ഒരു ദൈവസങ്കല്പം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്താ ദൈവം എന്നതല്ല, അവിടെ ഒരു ഹയർ സ്പിരിറ്റ് അല്ല ഉള്ളത്. നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ച് മരിച്ച ആൾക്കാർ തന്നെയാണ് തെയ്യമാവുന്നത്. അത് ഓരോ തെയ്യത്തിൻ്റെയും ഐതിഹ്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കരിവേടൻ തെയ്യത്തിൻ്റെ മുടി മാറ്റി അതിരാടൻ തെയ്യത്തിൻ്റെ മുടി വെക്കുന്ന പ്രോസസ്സാണ്. അടുത്തത് ആദിമൂലിയാടൻ തെയ്യമായിരുന്നു. ഞാൻ കണ്ട കാവിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള തെയ്യമാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് അഭിരാമി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എൻട്രൻസ് ഒരിക്കലും മിസ്സാക്കരുത് എന്നുള്ളത്. അത് വളരെ ശരി തന്നെയായിരുന്നു. അതിമനോഹരമായിട്ടുള്ള വ്യത്യസ്തമാർന്ന നമ്മൾ യൂഷ്വലി കാണാത്തൊരു ടൈപ്പ് എൻട്രൻസ് ആയിരുന്നു. അതിൻ്റെ മുടി അത് തറയിൽ മുട്ടിച്ച് അത്രയും കുമ്പിട്ടായിരിക്കും അത് ഈ ഒരു തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. മേലേരിയുള്ള ഒരു തെയ്യമായിരുന്നു ഇത്. അതായത് നമ്മുടെ കനലിലൊക്കെ വന്ന് ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രോസസ്സും അങ്ങനെയുള്ളതായിരുന്നു. പൊയ്ക്കണ്ണുള്ള തെയ്യവും ഇത് തന്നെയായിരുന്നു. തെയ്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് പൊലിക എന്ന് പറഞ്ഞാൽ. പൊലിക എന്നാൽ അഭിവൃദ്ധി എന്നാണ് അർത്ഥം. നാട്ടുകാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് തെയ്യം നടത്തുന്നത് തന്നെ. ഇപ്പം മനുഷ്യരുടെയും ആ നാട്ടിലെ ആൾക്കാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി കളയാട്ടം നടത്തുമ്പോൾ തെയ്യക്കാരൻ്റെ സുരക്ഷ അവിടെ എപ്പോഴും ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഇപ്പോൾ ഞാൻ കണ്ട തെയ്യങ്ങളൊന്നും അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തെയ്യമല്ല, പക്ഷെ സ്റ്റിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള തെയ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പല വീഡിയോസ് കണ്ടാലും മനസ്സിലാക്കാം. അപ്പോൾ തെയ്യം ആക്ച്വലി ഒരു ഫ്യൂസ് പോലെ എന്നാണ് VK അനിൽകുമാർ ഒരു നിരീക്ഷകൻ പറയുന്നുണ്ടായിരുന്നത്. അതായത് സ്വയം ഇല്ലാണ്ടായി നാട്ടുകാരെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഭക്തിയിലും ആചാരത്തിലും നമുക്കൊരു ലോജിക്ക് തിരയാൻ സാധിക്കുകയില്ല. പക്ഷെ ജീവിതത്തിലെങ്കിലും തെയ്യ കലാകാരന്മാർ ലോജിക്ക് കണ്ടെത്തി അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്നെനിക്ക് പല വീഡിയോസും ഡോക്യുമെന്ററീസും കണ്ടപ്പോൾ തോന്നിയായിരുന്നു. അങ്ങനെ മനസ്സെല്ലാ മനസ്സോടെ പോവാനുള്ള സമയമായിരിക്കുന്നു. പക്ഷെ ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓരോ തെയ്യത്തിനും പറയാനുള്ളത് ഐത്യത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും തൊട്ടുകടായ്മയുടെയും ഒക്കെ കഥകൾ തന്നെയാണ്. ആൻഡ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ. അങ്ങനെ നല്ല സൺസെറ്റൊക്കെ കണ്ട് ബാക്ക് ഹോം. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.